Hello, Assalamu alaikum. Welcome back to my channel. So today I am going to make my special breakfast. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ അപ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് സ്പെഷ്യൽ എന്നല്ലേ? വഴിയെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 6:45 ആയിട്ടാണ് ഉണ്ടാവും കേട്ടോ. രാവിലെ നേരത്തെ എണീച്ച് ബാത്റൂമിലേക്ക് പോയി എൻ്റെ എല്ലാ പണികളൊക്കെ കഴിച്ചിട്ട് ഇതാ ഇപ്പോൾ ഒരു 6:45 ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് വെള്ളമായിട്ട് ഇവിടെ സിറ്റ് ഔട്ടിലേക്ക് വന്ന കേട്ടോ. എനിക്ക് എണീച്ച പാടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. അത് എന്തോ ഒരു ശീലമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വെള്ളം വേണം എനിക്ക്. അപ്പോൾ വെള്ളമായിട്ട് ഞാൻ സിറ്റ് ഔട്ടിലേക്ക് വന്നതാണ്. ഇവിടെ വെച്ചാൽ ചെറിയൊരു സൂര്യൻ്റെ ഒരു ഉദിപ്പുണ്ട്, മെല്ലനെ ഇങ്ങനെ വെയിലൊക്കെ ഇങ്ങനെ അടിച്ച് വരുന്നത്. അപ്പോൾ അത് കൊള്ളാനും ഇതിപ്പോൾ പോകും കേട്ടോ, ഈ വെയിലൊക്കെ ഇപ്പോൾ പോവും. ചെറിയൊരു ഉദിപ്പ് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കൊള്ളാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ ഇരിക്കുമ്പോൾ നന്നായിട്ട് കിളികളും അങ്ങനെ പക്ഷികളൊക്കെ കരയുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല രസമാണ്, നല്ല വൈബാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യമേ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ ഷൂട്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു തക്കാളിയും പിന്നെ ഒരു ചെറിയ അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള ഒരു ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയില പച്ചമുളകും, ഞാൻ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പച്ചമുളകും പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും, ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എനിക്ക് കുടിക്കാനുള്ള ജ്യൂസ് ഇങ്ങനെ ഞാൻ സെറ്റാക്കി വെക്കലുണ്ട് കേട്ടോ. രാത്രിയിൽ ഞാനത് ജ്യൂസ് നല്ല പ്യുവർ ജ്യൂസായിട്ട് ഇങ്ങനെ സെറ്റാക്കി വെക്കലാണ്. അപ്പോൾ ഇത് ഓറഞ്ചിൻ്റെ ആണ്. അപ്പോൾ ഞാനിത് ഐസായിട്ട് കിടക്കുകയാണ്. ഞാൻ ഫ്രീസറിലാണ് വെച്ചത്. അപ്പോൾ അത് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല തണുപ്പ് പോയിട്ട് ഞാൻ അത് കുടിക്കുകയുള്ളൂ. പിന്നെ അതേ ഞാൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഒരു സ്പൂണ് കടുക് നമുക്ക് എന്താക്കാം, വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ആ തക്കാളി ഉള്ളി അങ്ങനത്തതൊക്കെ, അതൊക്കെ നമുക്ക് ഇതിലേക്ക് ആ ഒരു സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിത് എൻ്റെ ഒരു ഇഷ്ടത്തിനാട്ടോ, എൻ്റെ ഒരു ടേസ്റ്റിനാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ടേസ്റ്റിലുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് അങ്ങനെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കാര്യമായിട്ട് കൂടുതൽ പൊടികൾ കാര്യങ്ങളൊന്നും ആഡ് ആക്കുന്നില്ല. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്കിതിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല, വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ ഇച്ചിരി ഗരം മസാല ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ, ഒരിച്ചിരി മാത്രം. അപ്പോൾ അത് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതേ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുള്ള കേട്ടോ. ഇത് നന്നായിട്ട് ഇനി ഇതിൽ ഉടച്ച് കൊടുത്ത് മിക്സ് ചെയ്യണം. ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റോളം ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ദോശക്കുള്ള മാവ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഓൾറെഡി സെറ്റായി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കണം. ദോശയുടെ മാവാണിത്. അപ്പോൾ ഞാനിത് ദോശ ഉണ്ടാക്കാനുള്ള പാന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇസു എന്താണെന്ന് അറിയില്ല, എന്ന് നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ. അവൾ മാക്സിമം പോയാൽ ഒരു 9 മണി വരെയൊക്കെ ഉറങ്ങുന്ന ആളാണ്. ഇന്ന് നേരത്തെ എണീച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ദോശ അങ്ങോട്ട് ഉണ്ടാക്കിക്കളാം. അപ്പോൾ നമ്മളെ ദോശക്കുള്ള കല്ല് ഇവിടെ ഏകദേശം ചൂടായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഗീയോ ബട്ടറോ ഒന്നുമില്ല. നിങ്ങളുടെ അടുത്ത് അതൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് ദോശ ഉണ്ടാക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഞാൻ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗീയോ ബട്ടറോ ഒന്നുമില്ല കേട്ടോ, ഒക്കെ തീർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഓയിൽ വെച്ചിട്ട് തന്നെയാണ് ദോശൻ്റെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഓയിൽ വെച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ദോശക്കുള്ള
മാവ് ഒഴിച്ച് നന്നായിട്ട് ചുറ്റി വീശി അങ്ങോട്ട് എടുക്കാൻ പോവാണ്. വിചാരിച്ച പോലെ അങ്ങോട്ട് വലുതാക്കി അങ്ങോട്ട് വീശാനായിട്ട് സാധിച്ചില്ല എനിക്ക്. കാരണം ഞാൻ ഇച്ചിരി ഓയിൽ സ്പ്രെഡ് ചെയ്തത് ഇച്ചിരി കൂടുതലായിരിക്കുന്നു തോന്നുന്നു. വീശുമ്പോൾ വലിയ ഇതിൽ കിട്ടുന്നില്ല. പൊതുവെ നല്ല ലെവലിൽ ഞാൻ വീശലുണ്ട് കേട്ടോ, നല്ല വലുതാക്കിയിട്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം നന്നാക്കി ചെറുതാക്കി വെക്കണം കേട്ടോ, ചെറിയ തീയിലാക്കി വെക്കണം. ഇപ്പം ഞാനിത് ഒരു കോഴിമുട്ട ഉടച്ചിങ്ങാണ്ട് ഈ ദോശൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചുറ്റിലാക്കി കൊടുക്കണം കേട്ടോ. ഈ ദോശൻ്റെ മേലെ എല്ലായിടത്തേക്കും ഇങ്ങനെ പരത്തി കൊടുക്കണം. പിന്നെ ഉള്ളിയാണ്, ഞാൻ ഈ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലേശം ഇങ്ങനെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ എഗ്ഗ് ഏകദേശം ഇങ്ങനെ സെറ്റായി വരുമ്പോൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പെപ്പർ, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതലിടാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഒരിക്കലും ടേസ്റ്റ് കുറയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഇടുന്നുണ്ട്. പിന്നെ അത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള മസാല അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് സെൻറ്ററിലേക്കായി പോയി വെച്ച് കൊടുത്തത്, കുറച്ചുകൂടി സൈഡിലേക്ക് വെച്ചാൽ നമുക്ക് മടക്കാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ദോശ ഒന്ന് മടക്കിക്കളാം. അപ്പോൾ ദോശ ഇപ്പോൾ ഇവിടെ നല്ല മുരിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് ചായയും ഈ ദോശയും ചൂടോടുകൂടി തന്നെ കഴിക്കണം. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക തന്നെ ടേസ്റ്റാണ്. പിന്നെ ഞാനിത് ഇങ്ങനെ ഒരു പ്ലെയിൻ ദോശയായിട്ട് നമ്മുടെ തട്ട് ദോശയൊക്കെ പോലെ ഇസുവിന് 2 ദോശ, കുഞ്ഞു ദോശ ഉണ്ടാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ ഇസുവിന് കഴിക്കാനായിട്ട്, ഇസുവിന് എരിവൊക്കെ കൂടുതൽ തട്ടുമ്പോൾ അവൾ അങ്ങനെ ഇതാക്കില്ല. എന്നാലും മസാല വെച്ച് ഞാൻ ഇച്ചിരി കൊടുത്ത് നോക്കും. പറ്റിയില്ലെങ്കിൽ അവൾക്കിത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ 2 ദോശ വേറെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് നല്ല ചൂടായിട്ടുള്ള ചായ എടുത്ത് ഈ ദോശ ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് പോവാം കേട്ടോ. ഇത് ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റണം. നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ആസ്വദിച്ച് കഴിക്കാനും കൂടിയുള്ള നമുക്ക് ആ ഒരു ടൈം കിട്ടണം. അപ്പോഴാണ് ആ ഒരു ഫുഡിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. നമുക്കത് ആസ്വദിക്കാൻ പറ്റണം. ഇപ്പം ഞാനിത് നന്നായിട്ട് ആസ്വദിച്ച് അങ്ങ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ദോശയൊക്കെ കഴിക്കാനായിട്ട്, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ബാക്കി എന്ത് നോൺ വെജ് ഐറ്റംസിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഫുഡ് കഴിക്കാനാണ്. നല്ല ടേസ്റ്റാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ മക്കൾക്ക് കൊടുക്കാനാണെങ്കിലൊക്കെ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് ഇച്ചിരി എരിവ് കുറച്ചിട്ടൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇന്നലെ രാത്രിക്ക് ആഗ്രഹിച്ചൊരു സംഭവമാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ രാത്രിയിൽ തൊട്ടിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നേരം വിളിക്കട്ടെ വിചാരിച്ച് സബൂറായിട്ട് ഇരുന്നാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കഴിച്ച് തീർക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞാനൊരു ജ്യൂസ് കുടിക്കട്ടോ. ഇപ്പോൾ എനിക്കെന്തോ വലുതായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നാറില്ല. ഇപ്പോൾ ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഈ ചോറ് അങ്ങനത്തെയൊക്കെ ഭയങ്കര മടുപ്പാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ജ്യൂസാണ് ഇപ്പോൾ കൂടുതലും, നൈറ്റൊക്കെ ഞാൻ ജ്യൂസ് തന്നെ കുടിക്കാറ്. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചാണ് തണുപ്പ് പോകാൻ. അപ്പോൾ ഒരു 10 മണിയായപ്പോൾ ഞാൻ ആ ജ്യൂസൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനലൊന്ന് സപ്പോർട്ട് ആക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.